ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ റെസിപ്പിയാണിത്. അധികം ചേരുവകളൊന്നും ഇല്ലാണ്ട് വളരെ ഈസി ആയിട്ട് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ള നല്ലൊരു കേക്കാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയൊരു കേക്കാണ്. എയർ ഫ്രയറിലാണ് ഞാൻ ഈ ഒരു കേക്ക് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ ഒരു വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് ഞാൻ 1/2 കപ്പ് അളവിൽ മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണൊക്കെ കുറവിൽ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. വേണമെങ്കിൽ ഇത് ഒരു 1-2 പ്രാവശ്യം ഒന്ന് അരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയൊരു അളവിലുള്ളത് കാരണം അരിച്ചെടുക്കണില്ല. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇത് മാറ്റി വയ്ക്കുകയാണ് ചെയ്യണത്. പിന്നെ ഒരു ബൗളിൽ ഞാൻ ഒരു കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ആണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര വരെയൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. പക്ഷേ ഞാനിതിലേക്ക് 1/4 കപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കേട്ടോ. ഇനി ഇതിലും നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് 1/2 കപ്പോളം പഞ്ചസാര ഒക്കെ എടുക്കാവുന്നതാണ്. ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബീറ്റർ വെച്ചിട്ടാണ് ഇത് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നമുക്ക് വിസ്ക് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. വിസ്കൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടൈം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നന്നായിട്ട് പതഞ്ഞ് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ. നല്ലൊരു ഫ്ലഫി പരുവത്തിലായി കിട്ടണം കേട്ടോ ഈ ഒരു മുട്ട. എന്നാലാണ് കേക്ക് നല്ല സോഫ്റ്റായിട്ടും നന്നായിട്ടൊക്കെ കിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. 1 സെക്കൻഡ് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട്. ഓയിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്യണത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള മൈദ ഉണ്ടല്ലോ, ആ ഒരു മൈദ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഒരുപാട് ഇങ്ങനെ കുത്തി ഇളക്കൊന്നും ചെയ്യരുത്. അപ്പോൾ അതൊക്കെ വേണം കേട്ടോ മൈദ നമ്മളിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാനായിട്ട്. മൊത്തത്തിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യരുത്. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ ഒരു കാര്യം, നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യണം കേട്ടോ. ഞാനിതേ മൈദയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. മൈദ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ചെറിയ ചൂടുള്ള പാല് വേണം കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. തണുത്ത പാലോ പിന്നെ തിളച്ച പാലോ ഒന്നും ഒഴിച്ച് കൊടുക്കരുത്. ചെറു ചൂടുള്ള പാല് വേണം ചേർത്തിട്ട് ഇത് മിക്സ് ആക്കിയിട്ട് എടുക്കാനായിട്ട്. അപ്പോഴാണ് കേട്ടോ ഇത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇത് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ടുള്ള കേക്ക് ടിന്നൊക്കെ ഇവിടെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 5 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലും സൈഡിലൊക്കെ ബട്ടർ പേപ്പറൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് എയർ ഫ്രയറിൽ കേക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കണത്. അപ്പോൾ അത് കാരണം കുറച്ച് പേടിയൊക്കെ ആയിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കണത്. കാരണം ഈ ഒരു ബാറ്ററൊക്കെ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ എയർ ഫ്രയറിൻ്റെ ഉള്ളിൽ ആകെ അങ്ങനെ പൊങ്ങി പോകുമെന്നൊക്കെ കരുതിയിട്ട് 1/2 കപ്പ് മൈദ വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വലിയ കേക്കാണ് വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പോളം മൈദ ഒക്കെ എടുക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് കൂടെ കൊടുക്കാം. അതിന് ശേഷം പിന്നെ നമുക്കത് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ എയർ ഫ്രയറിൻ്റെ ആ ഒരു ട്രേയിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. എയർ ഫ്രയർ കുറച്ച് നേരമൊക്കെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം കേട്ടോ. അതിന് ശേഷം വേണം ഇത് വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 160 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റോളമാണ് കേട്ടോ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇത് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു കേക്ക് നമുക്ക് എയർ ഫ്രയറിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട്ടിലുള്ള സാധാ പാത്രത്തിലൊക്കെ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ടൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കണ ആ ഒരു പാത്രം കുറച്ച് കട്ടി ഉണ്ടാവണമെന്ന് മാത്രമല്ല കേട്ടോ. അപ്പോൾ സ്റ്റൗവിലൊക്കെ വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തിട്ടൊക്കെ എടുക്കാം. ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ കേക്കിൻ്റെ. അതൊക്കെ ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ ബേക്ക് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇത് നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിന് ശേഷം ഈ ഒരു ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിത് ഈ ഒരു കേക്ക് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ ഒരല്പം ഷുഗർ സിറപ്പൊക്കെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഷുഗർ സിറപ്പൊന്നും ചേർത്ത് കൊടുക്കണില്ല.
ഞാനിവിടെ കുറച്ച് ജാമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജാം എടുക്കുമ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ടോ അതല്ലെങ്കിൽ സ്പൂൺ വെച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. നമ്മൾ ജാമൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല കട്ട പിടിച്ച പോലെയൊക്കെയല്ലേ ഉണ്ടാവുക. അപ്പോൾ നല്ലോണമൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുമ്പോൾ അതിങ്ങനെ ലൂസായിട്ടൊക്കെ വന്നോളും. ഇനി ഫസ്റ്റ് ലെയർ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ജാം വെച്ച് കൊടുക്കട്ടെ. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആവുന്ന വിധത്തിൽ ജാം വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏറ്റവും ആദ്യം കുറച്ച് ഷുഗർ സിറപ്പൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ജാം വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ വെറും ജാം മാത്രമാണ് വെക്കുന്നത്. ഓവറായിട്ട് മധുരം വേണ്ടാന്ന് കരുതിയിട്ടാണ്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ജാം ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അടുത്ത ലെയറും കേക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. രണ്ടാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൂടെ കൊടുക്കണം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ അതോടെ പ്രസ്സായിട്ട് കിട്ടിക്കോളും, ഇങ്ങനെ അമർന്ന് കിട്ടിക്കോളും. ഇനി ഇതിൻ്റെ മുകളിലും കുറച്ച് ജാമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്ന വിധത്തിൽ വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ സൈഡ് ഭാഗത്തൊന്നും ഞാൻ ജാം അപ്ലൈ ചെയ്ത് കൊടുക്കണില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അത് കഴിക്കുമ്പോൾ നല്ല മധുരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രം ഒന്ന് വെച്ച് കൊടുക്കണുള്ളൂ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റും കാണാൻ നല്ല ഭംഗിയുള്ള ഈ ഒരു കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ ഒരു അല്പം ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറൊക്കെ വിതറി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമിൽ എയർ ഫ്രയറിൽ ഉണ്ടാക്കിയിട്ടുള്ള കേക്ക് സക്സസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്